അവിടെ വേറെ എത്ര പൂച്ചയുണ്ട് മക്കളെ? 5 പൂച്ച, 4 പൂച്ച. എത്ര പൂച്ചയാണ് നന്ദൂട്ടാ? 4 പൂച്ചയുണ്ട്. 5 പൂച്ച. 5 പൂച്ചയുണ്ട്. അല്ല അല്ല, കൂട്ടി വന്നപ്പോ അവിടെ എവിടെയും കുറഞ്ഞു കൂട്ടിയൊക്കെ പോകുന്നു. മോനെ ഇപ്പൊ നമ്മളെ ഡാൻസിന്റെ പുതിയ സ്റ്റെപ്പ് എന്തുവാ മോനെ? മുദ്ര എങ്ങനെയാ മോനെ ഇപ്പോഴത്തെ നമ്മുടെ ഡാൻസിന്റെ? 6 പൂച്ച. ഇങ്ങനാ? എന്തായാലും അത്രയും നന്ദുകുട്ടൻ എങ്ങനെ നൈറ്റ് ബേബി ആണോ മോർണിംഗ് ബേബി ആണോ? നൈറ്റ് നേരത്തെ ഉറങ്ങിയിട്ട് 2 മണി. അതുവരെ നിങ്ങളൊക്കെ എന്താ ചെയ്യും? ഞങ്ങൾ എന്താ ചെയ്യാന് കൂടെ ഇരിക്കും. അച്ഛേ എനിക്കൊരു കാര്യം പറഞ്ഞുണ്ട്, കഥ പറഞ്ഞു തരുമോ? അടുത്ത് ഞങ്ങളടുത്ത് പിന്നെ രാത്രി ആകുമ്പോ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളടുത്ത്. ഞങ്ങൾക്ക് ഒന്ന് ഉമ്മ തരുക, അങ്ങ് തടവുക, ഭയങ്കര സ്നേഹം. രാത്രി ഇതേപോലെ ഒരു നല്ല കൊച്ചിനെ ദൈവമേ ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കും. രാവിലെ എന്ന് വെച്ചാൽ കുണം മാറി കരച്ചിലും വിളിയും ഇപ്പൊ കാണുന്ന പോലെയൊക്കെ. ഫുൾ ആക്റ്റീവ് ആണ് ആളല്ലേ? സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. ആരൊക്കെ വിളിക്കാറുള്ളേ? കേടി അതില് അവര് സംസാരിക്കാറുണ്ട്. പിന്നെ വേറെ 2-3 പേരുണ്ട് ഈ കോമഡി അതൊക്കെ ചെയ്യുന്നവരൊക്കെ. ഇങ്ങനെ നമുക്കിപ്പോ ഇൻസ്റ്റയിൽ ഇങ്ങനെ വരുന്നതാ. ആളിങ്ങനെ ഇതല്ലേ, ഒരു സീരിയലിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി അവരുമായിട്ട് മിങ്കിളാക്കാൻ 2 ദിവസം പോയി. പിന്നെ അവരുമായിട്ട് ഒരു ഇതായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ആളങ്ങ് കരച്ചിലും വിളിയും ബഹളവും വയ്യാണ്ടൊക്കെ ആയി പിന്നെ തിരിച്ചു വന്നതാ. നന്ദുകുട്ടിന് ഒരുപാട് കൊലാപ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കുറെ വരുന്നുണ്ട്. ഒരു മാസം എത്ര കൊലാപ്സ് വരുമായിരിക്കും മിനിമം? ഒരു 20 എണ്ണമൊക്കെ വരും. ഒരു 20-25 എണ്ണമൊക്കെ വരും. ഈ കൊച്ചു പിള്ളേര് വളർന്നു വരുമ്പം നമുക്ക് പല കാര്യങ്ങളും സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. എനിക്ക് സമാധാനം താടി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ, എനിക്ക് വയ്യ, നീ സമാധാനം താന്നൊരു ദിവസം പറയുമോ എന്നെ? അന്നേരം ഞാൻ ഇത് എന്തുവാടാ, അന്നേരം പിന്നെ ഞാൻ അത് കേൾക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് കുറെ നേരം ട്രൈ ചെയ്തു. പക്ഷെ പറഞ്ഞില്ല, ഒറ്റ പ്രാവശ്യം ചില കാര്യങ്ങൾ ഇങ്ങനെ അവള് പറയും. നിനക്ക് അങ്ങ് പറയാം. ഞാൻ ഈ 3 വയസ്സുള്ള നീ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞാൻ ഇറങ്ങി പോവാ വീട്ടിൽ നിന്ന്. ഒരു ദിവസം ഇറങ്ങി പോയതാ. പകുതി വരെ മുകളിൽ വരെ കയറി. അന്നേരം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ വഴക്ക് കമ്പൊക്കെ കാണിച്ച് വരട്ടി പിന്നെ കയറി. ഇനി ഞാൻ അമ്മ ഇട്ടിട്ട് പോത്തില്ല അമ്മി എന്ന് പറഞ്ഞ് കരഞ്ഞ്. നന്ദുകുട്ടൻ നിന്റെ അടുത്ത കൊലാബ് ലാക്മി ആയിട്ടാണെന്ന് അറിഞ്ഞു, സത്യമാണോ? അല്ല, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഷൂട്ടിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുമോ? ഇപ്പൊ കൊലാബ്സ് ആണെങ്കിലും? ഇല്ല, നമ്മളിപ്പം എല്ലാം എടുക്കുന്നത് ഞങ്ങൾ തന്നെ എടുക്കുന്നത്. ഫോണിൽ ഞാൻ എടുക്കാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷ്ണു, പിന്നെ അവിടെ നന്ദു വീട്ടില്, അങ്ങനെ എപ്പോഴും എടുക്കുന്ന 2 പേരുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ അവള് നിൽക്കും, വേറെ വിഷയമൊന്നുമില്ല. ചേച്ചിക്കും ചേട്ടനും ഇപ്പം വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് റീൽസ് ഒക്കെ ചെയ്ത പേജ് ഉണ്ടോ? ഉണ്ട്, ഒരെണ്ണമുണ്ട്, ഫാം ഓഫ് നന്ദൂട്ടി എന്ന് പറഞ്ഞിട്ട്. അത് എന്റെ പേജായിരുന്നു. ഇപ്പൊ ഞാനത് മാറ്റി ഫാം ഓഫ് നന്ദൂട്ടി ആക്കി. ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാ സംഭവം ഇടാൻ വേണ്ടിയിട്ട്. അതിൽ അത്യാവശ്യം എല്ലാരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ് റീൽസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ? വെള്ളം ഒഴിക്കില്ല ചേച്ചി, ആ ഗ്ലാസ് മേടിക്കോ? മക്കളെങ്കിൽ താക്കളെ ചേച്ചി കരയും ഇപ്പൊ.